ഹായ് ഓൾ, വെൽക്കം ബാക്ക്. സോ നമ്മൾ ഈ വീഡിയോയ്ക്ക് ഇത് ചെയ്യാൻ പോകുന്നത് എന്തിനായിരുന്നു, അതായത് നമ്മൾ എന്തിനാണ് ഇൻഡേസ് 17 റീപ്ലേസ് ചെയ്തിട്ട് ഇൻഡേസ് 116 കൊണ്ടുവന്നത്, എന്തായിരുന്നു അതിൻ്റെ മേജർ റീസൺ, ഇനി എന്താണ് ഇൻഡേസ് 116 കൊണ്ടുവന്നേക്കുന്ന ഏറ്റവും വലിയ മാറ്റം എന്താണ്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. സോ മുന്നോട്ട് പറയുന്നതിന് മുമ്പേ നമ്മൾ ലീസിൻ്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കണം. ലീസിൻ്റെ ഡെഫിനേഷൻ നമ്മൾ അടുത്ത വീഡിയോയ്ക്ക് ഇത് ചെയ്യും. പക്ഷേ അതിന് മുമ്പ് ലീസിനെ പറ്റി ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് മാത്രം. ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാടകയ്ക്ക് എടുക്കുന്ന പോലെ. അപ്പം രണ്ട് പാർട്ടീസ്, നമുക്ക് ഇവിടെ എക്സാമ്പിൾ എടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏവിയേഷൻ ഇൻഡസ്ട്രീനെ എടുക്കാം. അപ്പം ഏവിയേഷൻ ഇൻഡസ്ട്രിക്കകത്ത് എ ലിമിറ്റഡ് എന്നൊരു കമ്പനി ഉണ്ടെന്നിരിക്കട്ടെ. സോ എ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് എയർക്രാഫ്റ്റ് ഓൺ ചെയ്യുന്നത്. സോ ഇവർ എയർക്രാഫ്റ്റ് മേടിച്ചിട്ട് ലീസിന് കൊടുക്കുക എന്നുള്ളതാണ് എ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ബിസിനസ് എന്ന് പറയുന്നത്. സോ എയർ ഇന്ത്യ ഉണ്ട്, ഇൻഡിഗോ ഉണ്ട്. ഈ രണ്ട് കമ്പനികളും എ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ നിന്നാണ് അവർക്ക് ആവശ്യമുള്ള എയർക്രാഫ്റ്റ് ലീസിന് എടുത്തേക്കുന്നത്. സോ എ ലിമിറ്റഡ് എയർ ഇന്ത്യക്കും ലീസിന് കൊടുക്കും, ഇൻഡിഗോയ്ക്കും ലീസിന് കൊടുക്കും. സോ എയർ ഇന്ത്യയും ഇൻഡിഗയും ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്ലൈറ്റുകളൊന്നും തന്നെ അവർ ഓൺ ചെയ്യുന്നതല്ല, പകരം എ ലിമിറ്റഡിൽ നിന്ന് ലീസിന് എടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് രണ്ട് പാർട്ടീസ് ഉണ്ട്, ലെസ്സറും ലെസ്സിയും. ഇത് ഞാൻ പറയുന്നതെല്ലാം ഇൻഡേസ് 17 അല്ലെങ്കിൽ നമ്മുടെ പണ്ടത്തെ AS 19 ഒരു ബേസ് ആണ്. അത് പറഞ്ഞിട്ടാണ് എന്താണ് അതിനകത്ത് കുഴപ്പമെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലെസറും ലെസ്സിയും. സോ ഇതിനകത്ത് ഇവിടെ എ ലിമിറ്റഡ് ആണ് ലെസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ ഓണർ. ദെൻ എയർ ഇന്ത്യ അല്ലെങ്കിൽ ഇൻഡിഗോ ഇവരെയാണ് നമ്മൾ ലെസ്സി എന്ന് പറയുന്നത്, അതായത് പേഴ്സൺ ഹു ടേക്സ് ദ അസറ്റ് ഓൺ ലീസ്. സോ ലെസർ ലെസ്സിക്ക് അസറ്റ് ലീസിന് കൊടുക്കും. സോ രണ്ട് പാർട്ടീസ് ഉണ്ട്, ലെസറും ലെസ്സിയും. ലെസറാണ് ലീഗൽ ഓണർ, ലെസ്സിയാണ് യൂസർ ഓഫ് ദി അസറ്റ്. ഇത് മനസ്സിലാക്കണം. ദെൻ ലെസറുടെ ബുക്കിലെ അക്കൗണ്ടിങ്ങിനെ പറ്റിയും ലെസ്സിയുടെ ബുക്കിലെ അക്കൗണ്ടിങ്ങിനെ പറ്റിയും ഇൻഡേസ് 7 പറയുന്നുണ്ട്, ഇൻഡേസ് 116 പറയുന്നുണ്ട്, പക്ഷെ വ്യത്യാസമുണ്ട്. സോ ഇതിനകത്ത് നമുക്ക് ലീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഈ ലീസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഒന്നുകിൽ നമ്മൾ നേരത്തെ AS 19 അല്ലെങ്കിൽ ഇൻഡേസ് 17. ലീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഫിനാൻസ് ലീസ്, രണ്ട് ഓപ്പറേറ്റിംഗ് ലീസ്. നമുക്കറിയാം അസറ്റിൻ്റെ രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കൺട്രോൾ ഉണ്ടായിരിക്കുന്നതാണ്. അതായത് കൺട്രോൾ ആരുടെയിലാണോ ഉള്ളത് അയാളുടെയാണ് അസറ്റ്. സോ ഫിനാൻസ് ലീസിനകത്ത് റിസ്ക്കും റിവാർഡ്സും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റാൻഷ്യൽ റിസ്ക്കും റിവാർഡ്സും ഓണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടത് ലെസ്സിക്ക് ട്രാൻസ്ഫർ ആണെങ്കിൽ, അതായത് നമ്മൾ പറഞ്ഞ എക്സാമ്പിളിനകത്ത് എ ലിമിറ്റഡ് എയർ ഇന്ത്യക്കോ ഇൻഡിയക്കോ ആ എയർക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സബ്സ്റ്റാൻഷ്യൽ റിസ്ക്കും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റിസ്ക്കും റിവാർഡ്സും ഇൻസിഡൻറ്റൽ ടു ഓണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിസ്ക്കും റിവാർഡ്സ് എല്ലാം തന്നെ ലെസ്സിക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അത് ഫിനാൻസ് ലീസാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ക്രെഡിറ്റ് സെയിൽസ് പോലാണ്. രണ്ടാമത് സിഗ്നിഫിക്കൻറ്റ് റിസ്ക് ആൻഡ് റിവാർഡ്സ് ഇൻസിഡൻറ്റൽ ടു ഓണർഷിപ്പ് ലെസർ തന്നെ റീറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, ഇയാളാണ് ലീഗൽ ഓണർ, ഇയാളിലാണ് എന്ത് സിഗ്നിഫിക്കൻറ്റ് റിസ്ക്കും റിവാർഡ്സും ഓണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ലെസറുടെ തന്നെയാണ്. നമ്മുടെ എക്സാമ്പിളിനകത്ത് എ ലിമിറ്റഡ് കയ്യിൽ തന്നെയാണ് ഇതെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഇത് ഓപ്പറേറ്റിംഗ് ലീസാണ്, നമ്മൾ നോർമലി റെൻറ്റിന് കൊടുക്കുന്നതാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇതായിരുന്നു ഇൻഡേസ് 17 നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ റിസ്ക്കും റിവാർഡ്സും ട്രാൻസ്ഫർ ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്, ഒരു 5-6 കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് മാത്രമല്ല, അതല്ലാതെ നിങ്ങൾക്ക് റിസ്ക് ആൻഡ് റിവാർഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന തോന്നുന്ന ഏതൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതായിരുന്നു AS 17 അല്ലെങ്കിൽ ഇൻഡേസ് 17 ഒരു ബേസിക് ലോജിക് എന്ന് പറയുന്നത്. സോ അതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പം എക്കണോമിക് ലൈഫും ലീസ് ടേമും. എക്കണോമിക് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എ ലിമിറ്റഡിന് എടുത്തേക്കുന്ന എയർക്രാഫ്റ്റ് 10 വർഷം ഉപയോഗിക്കാൻ പറ്റും. അത് ആര് ഉപയോഗിച്ചാലും, എയർ ഇന്ത്യ ഉപയോഗിച്ചാലും ഇൻഡിഗോ ഉപയോഗിച്ചാലും ഉപയോഗിക്കാതിരുന്നാലും എല്ലാം 10 വർഷത്തേക്കാണ് എൻ്റെ യൂസ്ഫുൾ ലൈഫ് മൊത്തം. അതിൽ ലീസ് ടേം എയർ ഇന്ത്യയെ സംബന്ധിച്ച് 6 വർഷവും ഇൻഡിഗോയെ സംബന്ധിച്ച് 9 വർഷമാണ്. ഇനി ഈ ഫിനാൻസ് ലീസ് ആകാൻ വേണ്ടിയിട്ട് രണ്ടാമതൊരു ക്രൈറ്റീരിയ ഉണ്ട്. ഫിനാൻസ് ലീസിനകത്തൊരു 5 to 6 കണ്ടീഷനകത്ത് ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് ലൈഫ് ലീസ് ടേം. ഈ ലീസ് ടേം എന്ന് പറയുന്നത് എക്കണോമിക് ലൈഫിൻ്റെ മേജർ പാർട്ട്, അതായത് എക്കണോമിക് ലൈഫ് എത്രയാണെങ്കിലും അതിൻ്റെ മേജർ പാർട്ടും ലീസ് ടേം ആണെങ്കിൽ അത് നമ്മൾ ഫിനാൻസ് ലീസ് പോലെ ട്രീറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാശ് കടം മേടിച്ചിട്ട് നമ്മളൊരു അസറ്റ് മേടിക്കുന്ന പോലെയാണ്. അതിന് പകരം നമ്മൾ പണ്ട് ഹയർ പർച്ചേസിനകത്തൊക്കെ ചെയ്യുന്ന പോലെ അസറ്റ് മേടിക്കുന്നു, പല ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കാശ് കൊടുക്കുന്നു. ആ ഇൻസ്റ്റാൾമെൻറ്റ് പ്രിൻസിപ്പൽ കമ്പോണൻറ്റ് കാണും, ദെൻ ഇൻട്രസ്റ്റ് കമ്പോണൻറ്റ് കാണും. സോ സബ്സ്റ്റൻസിൽ ഇത് ക്രെഡിറ്റ് സെയിൽസ് പോലെയും ലീഗലി ഇതൊരു ലീസും ആയിരിക്കും. നമുക്ക് സബ്സ്റ്റൻസ് ഓർ ഫോമാണ് വേണ്ടത്. സോ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് ഫിനാൻസ് ലീസായിട്ട് കൺസിഡർ ചെയ്യും. ഇനി അടുത്തൊരു പ്രശ്നം, ഈ മേജർ പാർട്ട് എന്താണ്?
സോ മേജർ പാർട്ട് എവിടെയും ഡിഫൈൻ ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ ജനറലി അസ്യൂം ചെയ്ത് മോർ ദാൻ 75% ആണെങ്കിൽ നമ്മൾ മേജർ ലൈഫായിട്ട് ട്രീറ്റ് ചെയ്യും. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് കേസിൽ നമുക്ക് ലെസ് ദാൻ 75%, അതായത് 60% ലെസ് ദാൻ 75 ആണ്, 90% മോർ ദാൻ 75 ആണ്. സോ ഈ 75%-നേക്കാളും മോറാണ് അവരുടെ ലീസ് ടേം എങ്കിൽ അതിനെ നമുക്ക് ഫിനാൻസ് ലീസായിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. കുറവാണെങ്കിൽ ഓപ്പറേറ്റ്. സോ ഫസ്റ്റ് കേസിലാണെങ്കിൽ ജേണൽ എൻട്രി വരിക, ട്രാൻസ്ഫർ, അതായത് ലീസിൽ എൻട്രി ചെയ്യുന്ന സമയത്ത് ഒരു എൻട്രിയും കാണത്തില്ല, കാരണം അത് ഓപ്പറേറ്റിംഗ് ലീസാണ്. കാരണം നോർമലി റെൻറ്റിന് പോലെയാണ്, റെൻറ്റിൻ്റെ എൻട്രി മാത്രമേ വരത്തുള്ളൂ. പക്ഷേ സെക്കൻഡ് കേസിലാണെങ്കിൽ ലെസ്സിയുടെ ബുക്കിൽ, അതായത് ഇൻഡിഗോ എന്ന് പറയുന്നതും എയർ ഇന്ത്യ എന്ന് പറയുന്നതും ലെസ്സിയാണ്. സോ മേടിച്ച ആളാണ്, ലീസിന് എടുത്ത ആളാണ്. സോ അയാളുടെ ബുക്കിൽ ഇത് ക്രെഡിറ്റ്സ് പർച്ചേസ് പോലെയാണ്. വിൽക്കുന്ന ആളുടെ ബുക്കിൽ ക്രെഡിറ്റ് സെയിൽസ് പോലെയും മേടിക്കുന്ന ആളുടെ ബുക്കിൽ ക്രെഡിറ്റ് പർച്ചേസ് പോലെയാണ്. അപ്പോൾ അയാളുടെ ബുക്കിൽ എൻട്രി അസറ്റ് കൂടി അസറ്റ് കുറവെന്നാണ് എൻട്രി, അസറ്റ് കൂടി ലൈബിലിറ്റി കൂടി എന്നാണ് എൻട്രി. പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ലീസ് ലൈബിലിറ്റി എന്ന് പറയുന്നത്. സേ ഒരു 50 crore ആണെന്നിരിക്കട്ടെ, ഇത് പ്രസന്റ് വാല്യൂ ആയിരിക്കണം. അപ്പം ഇതിനകത്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ എയർ ഇന്ത്യയുടെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ഒന്നും കാണത്തില്ല, ലൈബിലിറ്റി സൈഡിലും ഈ ലീസുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും കാണത്തില്ല. ദെൻ ഇൻഡിഗോയുടെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിന്റെ അസറ്റ് സൈഡിൽ ഒരു 50 crore അസറ്റും കാണും, ലീസ് ലൈബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ലൈബിലിറ്റി സൈഡിൽ ഒരു 50 crore കാണും. അപ്പം ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും രണ്ടുപേരും ചെയ്തേക്കുന്ന ഒരേ കാര്യം തന്നെയാണ്. പക്ഷെ മിയർ ഒരു 3 വർഷത്തിന്റെ ഡിഫറൻസിന്റെ പേരിൽ ആദ്യത്തെ 6 വർഷവും എന്താണെങ്കിലും ഇവർ ഒരേപോലെ ബെനിഫിറ്റ് ഡിറൈവ് ചെയ്യുന്നുണ്ട്. പക്ഷെ എയർ ഇന്ത്യയുടെ ബുക്ക് നോക്കുന്ന ഒരാൾ എന്ത് ചെയ്യത്തില്ല, അസറ്റും കാണത്തില്ല ലൈബിലിറ്റിയും കാണത്തില്ല. ഇൻഡിഗോയുടെ ബുക്ക് നോക്കുന്ന ആൾ എന്ത് ചെയ്യും, അസറ്റും കാണും ലൈബിലിറ്റിയും കാണും. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വിൻഡോ ഡ്രസ്സിങ്ങിനുള്ള സ്കോപ്പ് നൽകും. വിൻഡോ ഡ്രസ്സിങ്ങിനുള്ള സ്കോപ്പ് നൽകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിക്കും അവരുടെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ അഫക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരിക്കത്തില്ല. അതായത് അവരുടെ ലൈബിലിറ്റി കുറച്ച് വെക്കാൻ അവർക്ക് താല്പര്യം കാണുള്ളൂ. കാരണം അങ്ങനെ ലൈബിലിറ്റി കുറച്ച് വെക്കുന്ന ഒരു കമ്പനിക്കാണ് കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ അങ്ങനെയെങ്കിൽ ഈ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഒക്കെ അവർക്ക് ഇഷ്ടം, അല്ലെങ്കിൽ തിരിച്ചും വരാം, പക്ഷേ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാം, ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സബ്ജക്റ്റിവിറ്റി അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് ഉപയോഗിക്കാൻ പറ്റും. കാരണം അവരുടെ ജഡ്ജ്മെന്റ് ബേസ് ആണ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് വളരെ എന്ത് ചെയ്യും. ഇപ്പം ഇതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം എയർ ഇന്ത്യയും ഇൻഡിഗോയും തമ്മിൽ ഒരാൾക്ക് കമ്പയർ ചെയ്ത് നോക്കണമെങ്കിൽ, ആ രണ്ട് ബാലൻസിന് കമ്പയർ ചെയ്ത് നോക്കണമെങ്കിൽ ഒരേ സിമിലർ ട്രാൻസാക്ഷൻ തന്നെ, അതായത് 100% സിമിലർ അല്ലെങ്കിൽ പോലും ഒരേ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഫസ്റ്റ് കേസിൽ എയർ ഇന്ത്യയുടെ കേസിൽ അസറ്റിനും ലൈബിലിറ്റിയിൽ ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്നില്ല. പക്ഷേ സെക്കൻഡ് കേസിൽ ഇൻഡിഗോയുടെ കേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, അസറ്റിനും ലൈബിലിറ്റിക്ക് അതും എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. സോ ഈ ഒരു പ്രശ്നം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അസറ്റ് ലൈറ്റ് ബിസിനസ് മോഡൽ ഫോളോ ചെയ്യുന്ന കമ്പനീസ് വിൻഡോ ഡ്രസ്സിംഗ് വഴി ഓഫ് ബാലൻസ് ഷീറ്റ് ഐറ്റംസ് വളരെ കൂട്ടാൻ തുടങ്ങി. സോ ഈ ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് വന്നു. സോ ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഹൈലി സബ്ജക്റ്റീവ് അല്ലെങ്കിൽ ജഡ്ജ്മെൻ്റൽ. നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഡേസ് 17-നകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് വളരെ സബ്ജക്റ്റീവാണ്. ഇനി അങ്ങനെ സബ്ജക്റ്റീവ് ആകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ ഭയങ്കരമായിട്ട് അഫക്റ്റഡ് ആവും. കമ്പാരിസൺ വളരെ നല്ലപോലെ അഫക്റ്റഡ് ആവും. അപ്പം ഇൻഡേസ് 116 ചെയ്തതെന്ന് വെച്ചാൽ, അപ്പം ഇങ്ങനെ ഒരു സംഭവം അവർ നോക്കുന്നില്ല. ഇൻഡേസ് 116 ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ലീസോ ഫിനാൻസ് ലീസോ എന്നൊരു സംഭവം നോക്കുന്നേ ഇല്ല. പകരം അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി, അതായത് ലെസ്സിയുടെ ബുക്കിൽ റൈറ്റ് ഓഫ് യൂസ് എന്നൊരു പുതിയ കൺസെപ്റ്റാണ് നോക്കുന്നത്. റൈറ്റ് ഓഫ് യൂസ് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഇതിപ്പം ഈ കേസാണെങ്കിൽ ഇൻഡേസ് 116 ആണ് ചെയ്യുന്നതെങ്കിൽ ഇതാ ഇവിടെ വരിക അസറ്റ് കൂടി ലൈബിലിറ്റി കൂടി എന്നാണ്. ഏത് അസറ്റ്, റൈറ്റ് ഓഫ് യൂസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ലീസ് ലൈബിലിറ്റി എന്ന് പറഞ്ഞിട്ട് 50 crore വരും. അപ്പം രണ്ടുപേരുടെ ബുക്കിൽ എന്ത് ചെയ്യും, അസറ്റും വരും ലൈബിലിറ്റിയും വരും. ഇതാണ് ഇൻഡേസ് 116 ഉണ്ടാക്കിയിരിക്കുന്ന എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഇൻഡേസ് 116-നകത്ത് മേജർ ചേഞ്ച് ആയിട്ട് വന്നേക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഡേസ് 17 ആകുന്ന സമയത്ത് ലെസ്സറുടെ ബുക്കിലാണെങ്കിലും നമ്മൾ ലീസിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു, ഫിനാൻസ് ലീസ്, ഓപ്പറേറ്റിംഗ് ലീസ്. പക്ഷേ ഇൻഡേസ് 116 വരുമ്പം ലെസ്സറുടെ ബുക്കിൽ നമ്മൾ തൊടുന്നില്ല, അതേകൂട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് വിത്ത് മൈനർ ചേഞ്ചസ്. പക്ഷെ ലെസ്സിയുടെ ബുക്കിൽ ആ ക്ലാസിഫിക്കേഷൻ കംപ്ലീറ്റ്ലി എടുത്ത് കളഞ്ഞേക്കാണ്. സോ ഇതാണ് ഇൻഡേസ് 116 വന്നതിൻ്റെ ഒരു ബിഹൈൻഡ് ലോജിക്കും പിന്നെ ഇത് വന്നതുകൊണ്ടുള്ള മേജർ ചേഞ്ചും. ദെൻ അടുത്ത വീഡിയോസ് തൊട്ട് നമുക്ക് ഇൻഡേസ് 116 ചെറിയ രീതിയിൽ പഠിക്കാൻ തുടങ്ങാം. സോ ആദ്യം നമ്മൾ ലീസിൻ്റെ ഡെഫിനിഷൻ വെച്ചായിരിക്കും സ്റ്റാർട്ട് ചെയ്യാം.
ദെൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോരോ ഏരിയാസ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്ത് പോകാം. അപ്പോൾ